ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ് ദിവസം. അപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നിവിടെ. ഏട്ടൻ ഇങ്ങനെ പുലർച്ചയ്ക്ക് പാലക്കാട് പോയതാണ്. അപ്പം ഞാൻ ആ സമയത്ത് എണീറ്റുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഇപ്പം എണീക്കുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് എല്ലാം സാവധാനം മതിയല്ലോ ഒന്ന്. എണീറ്റ പാടെ തന്നെ ഞാൻ വാതിൽ തുറന്ന് നോക്കിയത് എന്താണ് മുറ്റത്തിൻ്റെ അവസ്ഥ എന്നറിയാനാണ്. അടിച്ചു വാരാൻ കഴിയുമെന്ന്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് രാവിലെയൊന്നും മുറ്റടിക്കാനേ കഴിയാറില്ല. ഇന്നെന്താണെന്നറിയില്ല, ഇപ്പം എന്തായാലും നല്ല കാലാവസ്ഥയാണ്. ഇനി അതെപ്പം മാറുമെന്നും പറയാൻ പറ്റൂല. അപ്പം ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് മുറ്റടിക്കാനായിട്ട് പോവുകയാണേ. പുറംപണി ചെയ്യുന്നതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം മുറ്റടിക്കാനാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവും ആണല്ലോ. അതുകൊണ്ട് ഞാനിന്ന് പറമ്പും ചുറ്റുപാടും ഒക്കെ ഒന്ന് നല്ലോണം അടിച്ചു വാരിയിടുക. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്കൊന്നും വീടുകളൊന്നുമില്ലേ, ഒക്കെ ഒഴിഞ്ഞ തട്ടായുള്ള പറമ്പാണ്. അതിൻ്റെ മുകളിലൊരു കുന്നാണ് കേട്ടോ. ഇപ്പം അത് നികത്തി അവിടെ എന്തോ ബിൽഡിംഗ് എന്തോ വരാൻ പോകുന്നുണ്ട്. മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞേരെ പിന്നെ ഞാൻ വേഗം കൊലായി ഒന്ന് അടിച്ചു വാരി തുടച്ചെടുത്തേ. ശീബോധി വെക്കുന്നത് ഞാൻ 2-3 ഷോർട്സായി ചെയ്തുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ. പുറത്തെ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ല വിശപ്പായി തുടങ്ങിയിനിയെ. പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയൊക്കെ ആട്ടോ നോക്കിയത്. അടുക്കളയിൽ കയറിയാൽ ഞാൻ അപ്പം ഒരു FM ആടെ ഓണാക്കിയിട്ടേക്ക്. എനിക്കിങ്ങനെ ഇഷ്ടമാട്ടോ അടുക്കളയിൽ പാട്ട് കേട്ടുകൊണ്ട് പണിയെടുക്കാൻ. അപ്പോൾ വേഗം പണികളൊക്കെ തീരുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ വേഗം ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറെടുത്ത് തിളപ്പിക്കാൻ വെച്ചേ. ഞങ്ങളിങ്ങനെ കർക്കിടകത്തിൽ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ രാഗിയെടുക്കുകയാണ് ഞാൻ. ഇത് നമ്മൾ തലേന്ന് വേവിച്ച് വെച്ചിട്ട് രാവിലെ തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുക. ഞാനും ഏട്ടനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതാട്ടോ ഇപ്പോൾ കഴിക്കാറ്. പിന്നെ എനിക്ക് ഇന്നലെ രാത്രി ഒഴിച്ച് കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ റാക്കിലെടുത്ത് വെക്കാൻ. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേ. പുറത്തിതാ നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിരുന്നേ. പിന്നെ ഞാനത് കയ്യോടെ അവിടെ വാർത്ത് വെച്ചേ. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ എനിക്ക് ചോറ് വാർക്കാൻ. പിന്നെ നമ്മൾ തനിച്ചാകുമ്പോൾ ഒക്കെ നമ്മൾ ശീലിക്കുമല്ലോ. ഇപ്പം എനിക്കിതൊക്കെ സിമ്പിളാണ്. പിന്നെ ഞാൻ സിയനെ എഴുന്നേൽപ്പിക്കാനാണ് പോയത്. ഇന്ന് ലീവുള്ള ദിവസമായോണ്ട് കേട്ടോ ഇത്ര നേരം വരെ കിടക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഒരു 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതാണ്. പിന്നെ ഈ ലീവുള്ള ദിവസം മാത്രമല്ല ഇങ്ങനെ രാവിലെ കുറച്ച് നേരം കിടക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാനും വിചാരിച്ചു കുറച്ചും കൂടെ കിടന്നോട്ടെ എന്ന്. പിന്നെ ഞാൻ ആ ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടേച്ചേ. സിയ ഇപ്പം എണീക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വേഗം ദോശ ചുടാനാണ് നോക്കിയത്. രാവിലെ കഴിക്കുന്ന പലഹാരങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടം ദോശയാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും സിയ എഴുന്നേറ്റ് വന്ന് അവളുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിരുന്നേ. പിന്നെ ഞാൻ അവളുടെ മുടിയൊക്കെ ഒന്ന് നന്നായി കെട്ടി വെച്ച് കൊടുത്തേ. ഇനി ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. അവൾ ദോശയും ഞാൻ ഉലുവക്കഞ്ഞിയാണ് കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞേരെ അപ്പം തന്നെ ഞാൻ ആ പാത്രമൊക്കെ ഒഴിച്ച് എല്ലാം കഴുകി അവിടെയൊക്കെ തുടച്ചൊന്ന് അടുക്കളയ്ക്കൊന്ന് നല്ല വൃത്തിയായി അടിച്ചു വാരിയിട്ടേ. ചോറ് രാവിലെ തന്നെ ആയതുകൊണ്ട് ഇനി ഒരു കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ ഞാനൊരു 12 മണിയൊക്കെ ആയിട്ടേ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ നല്ല വൃത്തിയായി കിടന്നോട്ടെ എന്ന് കരുതിയിട്ടൊക്കെ വൃത്തിയാക്കി വെച്ചേ. ഞങ്ങൾക്ക് അടുക്കളയിലെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്നൊരു റിങ് തന്നിട്ടുണ്ട്. ഞാനപ്പോൾ എല്ലാം അതിലാട്ടോ കൊണ്ടിടുക. അതുകൊണ്ട് പുറത്ത് ഒരു കാര്യങ്ങളും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ഡൈനിങ് ടേബിൾ ലൈസോളൊക്കെ ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടേ. സിയ ബെഡൊക്കെ സെറ്റാക്കി പുതപ്പൊക്കെ മടക്കി വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് റൂമും ഹോളും ഒന്ന് അടിച്ചു വാരി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളേ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞേരെ പിന്നെ ഞാനും സിയും കൂടെ കുറച്ച് നേരം കൊലായിൽ പേപ്പറൊക്കെ വായിച്ചിരുന്നേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.